ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് വയനാട്ടിൽ ഒരു നാടിന്റെ ആകെ ഉറക്കം കെടുത്തിയ ഒരു കരടി ഇറങ്ങിയ വാർത്ത നമ്മളൊക്കെ കേട്ടത്. ആ കരടി ഇപ്പോഴും പിടികൊടുക്കാതെ ഇങ്ങനെ മുങ്ങി നടക്കുകയാണ്. ഏറെക്കുറെ 3 ദിവസമായിട്ട് ആ ജനവാസ മേഖലയിൽ തന്നെ കരടി കറങ്ങി നടക്കുകയാണ്. ഇന്നലെ ഒരു പകൽ മുഴുവൻ കരടിയെ പിന്തുടർന്നെങ്കിലും പിടിതന്നില്ല. ഇന്നും രാവിലെ കരടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങും. കണ്ടെത്തിയതിന് ശേഷം മയക്കുവെടി വയ്ക്കും. ഇതിനായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ്. ഇന്നലെ വൈകിട്ടും കരടിയെ ജനവാസ മേഖലയിൽ കണ്ടിരുന്നു. അത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. മുന്നിന്ന് മാറ ആളുകളുടെ മുന്നിന്ന് മാറ അക്കരെ പോയാൽ കിട്ടൂല. അത് പോയാൽ കിട്ടൂല. അപ്പുറം പോയാൽ കിട്ടൂല. ആ കരടിയുടെ ദൃശ്യങ്ങളാണ് കണ്ടത്. കരടി ഇപ്പോൾ പനമരം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കാരക്കാമല ഭാഗത്ത് അർദ്ധരാത്രി കരടിയെ കണ്ടിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് കമൽ ചേരുകയാണ്. കമൽ, ഗുഡ് മോർണിംഗ്. ഇന്നെന്തായാലും കമലിന്റെ ദിവസം മുഴുവൻ കരടിക്ക് പിന്നാലെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പനമരം ഭാഗത്ത് കണ്ട കരടിയെ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇന്ന് കടക്കുമോ? അഞ്ജിത, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ട് മുതൽ നമ്മൾ കരടിയുടെ പിന്നാലെയാണ്. അർദ്ധരാത്രി പനമരം പഞ്ചായത്തിലെ കാരക്കാമല, ചേരിയൻകൊല്ലി പ്രദേശങ്ങളിലൊക്കെ കരടിയെ കണ്ടു. ഇവിടെ ഈ മാങ്കാണി തറവാട്, ഇത് കുറിച്യ സമുദായത്തിന്റെ വലിയൊരു തറവാടാണ്. ഒരുപാട് കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെ അർദ്ധരാത്രി എത്തിയ കരടി പഞ്ചസാര പാത്രം ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഒച്ച കേട്ട് ഇവർ പേടിച്ച് പുറത്തിറങ്ങിയില്ല. ഇവിടെയൊക്കെ പഞ്ചസാര വിതറിയൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും വാതിൽ തള്ളി തുറന്നാണ് പഞ്ചസാര എടുത്തതെന്നാണ് പറയുന്നത്. നമ്മളോടൊപ്പം ഈ തറവാട്ടിൽ താമസിക്കുന്നവരുണ്ട്. എന്താ രാത്രി സംഭവിച്ചത്? രാത്രി 10 മണിയായി. അന്നേരം ഞാൻ കിടന്നിടത്ത് ഒച്ച കേട്ട്. ഞാൻ പുറത്തൊന്നും കിടന്നില്ല. ഞാൻ പുറത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്താട് നോക്കും, അതൊക്കെ തുറന്നിട്ടുണ്ട്. വാതിൽ തുറന്നിട്ടുണ്ട്. സ്റ്റോറിന്റെ അപ്പോൾ ഇവരുണ്ട്, ഈ എന്തെങ്കിലും വാതിൽ തുറന്നിട്ട് പറഞ്ഞു. ഞാൻ നേരത്തെ കൂട്ടിയതാണോ. പിന്നെ വന്ന് നോക്കുമെന്ന് പഞ്ചസാരൊക്കെ ഇങ്ങനെ വെതിട്ടുണ്ട്, മൂടിയൊക്കെ അകത്തുണ്ട്. എന്താ കണ്ടത്? ഞങ്ങൾ ഇന്നലെ ചൂണ്ടിടാൻ പോയിട്ടുണ്ട്. പുഴയിൽ വൈകുന്നേരം 6 മണിക്ക് ചൂണ്ടിടാൻ പോയി. അങ്ങനെ 8-9:30 മണിയാകുമ്പോൾ വിളിക്കുന്നുണ്ട്. പിന്നെ കരടി ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നിൽക്കണ്ട, ഓടി വന്നോളിന്നാണ്. അങ്ങനെ ഞങ്ങൾ 3 ആളുണ്ട്. ആരും കരടിയല്ല, 5 മിനിറ്റും കൂടി ഇരിക്കാമെന്നാണ് വിരിഞ്ഞപ്പോൾ പിന്നെയും വിളിക്കുന്നുണ്ട്, കരടി ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ വേഗം ചൂണ്ടിലെടുത്തുകൊണ്ട് ഞങ്ങൾ വയലിൽ കൂടി നടന്ന് വന്ന് അവിടെ എത്തുമുണ്ട്. പിന്നെ ചെറിയോനുണ്ട് വിളിക്കുന്നു, റൂമിലുണ്ടല്ലോ. അവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ആരും പുറത്തിറങ്ങണ്ട, കരടി കൊലയുണ്ട്, ഞാൻ റൂമിലുണ്ട്, ഇങ്ങോട്ട് ആരും വരണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ എനിക്ക് കാരണം ചെറിയോനല്ലേ. ഞാൻ പിന്നെ അവിടെ തന്നെ ഓടി ഇവിടെ വന്ന് പുറത്തെത്തുമ്പോഴേക്കും എൻ്റെ ഒച്ച കേട്ട് ഓനും വന്നു നോക്കുമ്പോൾ ഇവിടെ വാതിൽ പിന്നെ രണ്ടൊരു സാധനം ഉണ്ട്, ഈ വായിൽ നിന്ന് ഇത് വന്ന് പിന്നെ അപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് ഓടിക്കൂടി. അപ്പോഴത്തേക്ക് എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ വാതിലിങ്ങനെ അപ്പോഴിങ്ങനെ ഇട്ടുണ്ട്. കരടിനെ കണ്ടില്ല. ഒരു 5 മിനിറ്റ് മുമ്പേ ചിലപ്പോൾ ഞങ്ങൾ ഒറ്റയിട്ടായിരിക്കും കരടി ഇവിടുന്ന് പോയി. എന്താ ഇതെങ്ങനെ തുറന്ന വാതില് ചെറിയ പൂട്ടായിട്ട് ഇട്ടതാണ്. പക്ഷെ അത് ഇങ്ങനെ കഥകിൻ്റെ ലൂസ് കൊണ്ട് സംഭവത്തും ആ തള്ളി തുറന്നു പോയി അങ്ങനെ തന്നെ പഞ്ചസാര ഡെപ്പി എടുക്കലും കഴിഞ്ഞ് അതിൻ്റെ മൂടി തുറന്ന് അങ്ങനെ ഡെപ്പി കടിച്ചുകൊണ്ട് പോയതാണ്. ഇവിടെ കാണുന്നത് പഞ്ചസാരൊക്കെ പുറത്തു കൂടി തൂവി അങ്ങനെ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഞങ്ങളൊന്നും കണ്ടില്ല, എല്ലാവരും അടച്ചിരുന്നു. അടച്ചിരുന്നു, കണ്ടില്ല. ചെറിയൊരു മോനിങ്ങനെ കണ്ട് വയറും കൊടുത്ത് അങ്ങനെ ജഗവുമായിട്ട് അപ്പോഴേക്കെല്ലാം ആൾക്കാരെ കൂടിയപ്പോൾ ഓടിപ്പോയി എന്നാണ് പറയുന്നത്.
എന്തായാലും കരടി പഞ്ചസാര പാത്രം ഇന്നലെ രാവിലെ വെള്ളമുണ്ട പഞ്ചായത്തിലെ കൊമ്മയാട് മേഖലയിൽ ഒരു പള്ളിയുടെ അടുക്കള തള്ളി തുറന്ന് വെളിച്ചെണ്ണയും പഞ്ചസാരയും ഒക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു. പഞ്ചസാര തേടിയുള്ള കരടിയുടെ യാത്ര തുടരുകയാണ്. ഇന്നെന്തായാലും മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. എന്തായാലും ഇതുവരെ മനുഷ്യന് നേരെയൊന്നും കരടി ഒരു അക്രമ സ്വഭാവം കാണിച്ചിട്ടില്ല. ഇന്നലെയൊക്കെ പലരും നേരിൽ കണ്ടിരുന്നു. ഇന്നലെ രാത്രി പക്ഷേ ഇവരാരും നേരിൽ കണ്ടില്ല. ഒച്ച കേട്ട് ബഹളമൊക്കെ ഉണ്ടായപ്പോഴേക്ക് കരടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്തായാലും അർദ്ധരാത്രി ഈ മേഖലയിൽ കണ്ടതിന് ശേഷം പിന്നീട് കരടിയുടെ സാന്നിധ്യം എവിടെയാണെന്നത് സംബന്ധിച്ച് ആരും കണ്ടതായൊന്നും വിവരങ്ങൾ വന്നിട്ടില്ല. എന്തായാലും ദൗത്യ സംഘം ഇന്നും കരടിയുടെ പിന്നാലെ ഉണ്ടാകും. ഒരു സാഹചര്യം ഒത്തുവന്നാൽ മയക്കുവെടി വെക്കും. ഇന്നലെ കരടിയെ നേരിൽ കണ്ടെങ്കിലും ജനങ്ങളുടെ സാന്നിധ്യം അതിനടുത്തൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മയക്കുവെടി വെക്കാൻ കഴിയാതെ പോയത് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇന്നും എന്തായാലും തെരച്ചിൽ തുടരും. അഞ്ജിത. ഓക്കെ കമൽ, ഇപ്പോൾ കരടി നെയ്യ് തിന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കഥകളിൽ വായിച്ചിട്ടുണ്ട്, പഞ്ചസാര കഴിക്കുന്നു എന്നൊക്കെ. ഇതിപ്പോൾ അത് ശരിക്കും സംഭവിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇന്ന് സ്കൂൾ ഉണ്ടോ എന്നൊക്കെ. അവധിയാണോ? ഈ പനമരം പ്രദേശത്ത് അങ്ങനെ എന്തെങ്കിലും ജാഗ്രത നൽകിയിട്ടുണ്ടോ കമൽ? അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇല്ല അഞ്ജിത. ഇന്നലെ വെള്ളമുണ്ട പഞ്ചായത്തിലും ഈ പാലയാണ കരിങ്ങാരി മേഖലയിലൊന്നും അവധി നൽകിയിരുന്നില്ല. പക്ഷേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വരണ്ട എന്നൊക്കെ ഇന്നലെ അറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് രാവിലെ അത്തരം അറിയിപ്പൊന്നും വന്നിട്ടില്ല. എന്തായാലും ഈ കാരക്കാമല, ചേരിയൻകൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി അവസാനമായി കരടിയെ കണ്ടത്. രാത്രി മുഴുവൻ ഏതാണ്ട് 4 മണിവരെയൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തുണ്ടായിരുന്നു. പോലീസ് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ പോലീസ് വാഹനങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ട്. എന്തായാലും കനത്ത ജാഗ്രതയിലാണ്. ഈ കരടിയുടെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറുവദ്വീപിന് സമീപത്തെ കാട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് നിഗമനം. അവിടെ നിന്ന് പയ്യമ്പള്ളി അങ്ങനെ സഞ്ചരിച്ച് ഏതാണ്ട് കിലോമീറ്ററുകളോളം കരടി സഞ്ചരിച്ചു കഴിഞ്ഞു. 4 ദിവസമാകാൻ പോകുന്നു. എന്തായാലും ഇന്നെങ്കിലും മയക്കുവെടി വെച്ച് ഇനി കരടിയെ വനത്തിലേക്ക് തിരിച്ചു കയറ്റി വിടുക എന്നൊരു കാര്യം പ്രായോഗികമാണെന്ന് വനംവകുപ്പും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനായിരിക്കും ശ്രമം. ഓക്കെ കമൽ, ഒറ്റ കാര്യം കൂടി, ഇനിയിപ്പോൾ മയക്കുവെടി വെച്ചിട്ടാണെങ്കിലും പിന്നീട് കാട്ടിലേക്ക് തന്നെ അയക്കാനാണോ തീരുമാനം? അഞ്ജിത, കരടിയെ പിടികൂടിയതിന് ശേഷമായിരിക്കും ആ കാര്യങ്ങൾ. കരടിക്ക് ക്ഷീണമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ കണ്ടവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വെറ്റിനറി ഡോക്ടറൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. പ്രായമൊക്കെ പരിഗണിച്ച ശേഷം. സാധാരണഗതിയിൽ ഉൾവനത്തിൽ തുറന്നുവിടുകയാണ് ചെയ്യുക. പക്ഷേ ഗുരുതരമായ പരിക്കോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സ നൽകി മൃഗശാലയിലേക്കോ മറ്റോ മാറ്റുമോ എന്ന് നമുക്ക് അറിയില്ല. അക്കാര്യങ്ങൾ എന്തായാലും കരടിയെ പിടികൂടിയതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. ഓക്കെ കമൽ, ഈ പ്രദേശത്ത് മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സാധാരണ നമ്മൾ കരടി രാത്രി ഇറങ്ങി ഈ കൃഷി നശിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും കേൾക്കാറ്. ഇതിപ്പോൾ പട്ടാപ്പകൽ പോലും കരടി ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ മുൻപ് ഈ പ്രദേശത്ത് അങ്ങനെ കരടിയുടെ സാന്നിധ്യം കണ്ടിരുന്നോ? അപ്പോൾ ആളുകളൊക്കെ വല്ലാത്തൊരു ഭയപ്പാടിലായിരിക്കും അല്ലേ? അഞ്ജിത, ഇതിൽ 2 കാര്യം. ഒന്ന്, കരടി അങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു പതിവില്ല. വനത്തോട് വളരെ അടുത്ത മേഖലയിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലാതെ ആനയോ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കടുവയോ ഇറങ്ങുന്നത് പോലെയൊന്നും കരടി അങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ സംഭവങ്ങളില്ല. ചെട്ടിയാലത്തൂർ എന്നൊരു വനഗ്രാമത്തിലാണ് നമ്മൾ ഇതിനു മുൻപ് കരടിയുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. അതൊരു കാപ്പി ഉണക്കുന്ന കളത്തിൽ കരടി വന്ന് ഗേറ്റ് അടച്ച് അതിനുള്ളിൽ കരടി ഉണ്ടായിരുന്നു. അന്ന് പകർത്തിയതാണ്. അത് കുറേ വർഷമായി. അതല്ലാതെ ജനവാസ മേഖലയിൽ കരടിയുടെ സാന്നിധ്യം അങ്ങനെ ഉണ്ടാകാറില്ല. ഈ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമേ അല്ല. ഈ വെള്ളമുണ്ട പഞ്ചായത്തും ഇപ്പോൾ ഉള്ള ഈ പനമരം പഞ്ചായത്തിന്റെ ഈ ഭാഗവും ഒക്കെ പൂർണ്ണമായും ജനവാസ മേഖലയാണ്. കുരങ്ങോ അപൂർവമായി കാട്ടുപന്നിയോ ഒക്കെ അല്ലാതെ മറ്റ് വന്യമൃഗങ്ങളൊന്നും സാന്നിധ്യമുള്ള പ്രദേശമേ അല്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്തരം സാഹചര്യങ്ങൾ നേരിട്ട് പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭീതിയുണ്ട്. പക്ഷേ ആശ്വാസകരമായ കാര്യം, ഇതുവരെ മനുഷ്യന് നേരെ ആളുകൾ ഒച്ച ഉണ്ടാവുകയോ ആളുകൾ എത്തുകയോ ചെയ്യുമ്പോൾ കരടി ഓടിപ്പോവുകയല്ലാതെ ഇതുവരെ ഒരു അക്രമ സ്വഭാവം ഉണ്ടായിട്ടില്ല. ഭക്ഷണ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വാതിൽ പൊളിക്കുന്നു, അടുക്കള തള്ളി തുറക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കരടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ നേരെ പോയിട്ടില്ല. പക്ഷേ എങ്കിലും വളരെ ജാഗ്രത പുലർത്തണം. ആളുകൾ പേടിക്കുന്നുണ്ട്. കാരണം കരടിയെക്കുറിച്ച് പറയുന്നത് മനുഷ്യന് നേർക്ക് നേരെ വന്നാൽ ഒരുപക്ഷെ അക്രമ സ്വഭാവം കാണിച്ചേക്കാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയാണ്. ആളുകൾ രാവിലെ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ 6:30 വെളിച്ചം വീണിട്ടില്ല. ആളുകൾ പാൽപാത്രങ്ങൾ പാല് കൊടുക്കാനൊക്കെ പോകുന്നുണ്ട്. മഞ്ഞാണ്, ഇരുട്ടാണ്. ആ സമയത്തൊക്കെ ആളുകൾ പോകുമ്പോഴൊക്കെ അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കരടിയെ പിടികൂടുക എന്നത് തന്നെയാണ് ചെയ്യാനുള്ളത്. അതിനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. ശരി, പനമരത്ത് നിന്ന് കമലാണ് വിവരങ്ങൾ നൽകുന്നത്. കരടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. പനമരം പ്രദേശത്ത് കരടി ഉണ്ട് എന്നുള്ളതാണ്
നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അനുമാനിക്കുന്നത് എന്തായാലും കരടിയെ കണ്ടു കിട്ടിയാൽ മയക്കുവെടി വെക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കരടി അത് മുഖാമുഖം വരുന്ന സമയത്ത് ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഒരുപാട് ഭയപ്പെടണമെന്നല്ല, ജാഗ്രത, പനമരം പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്.